ഹായ്, വെൽക്കം. സക്സസ് സീക്രട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സക്സസ് ഈ വാക്ക് പലപ്പോഴും നമുക്ക് ഒരു അത്ഭുതമായി നിൽക്കുന്നൊരു വാക്കാണ്. നമ്മളൊന്ന് നോക്കുക, നമ്മുടെ ചുറ്റുപാടും സക്സസ് ആവുന്ന വ്യക്തികൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവരൊരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് നോക്കി, ഏതെങ്കിലും ജില്ലകളിൽ മാത്രം താമസിക്കുന്നവോ ഏതെങ്കിലും നഗരത്തിൽ മാത്രം താമസിക്കുന്നവരോ ആണോ വിജയിക്കുന്നത്? അല്ല, കാരണം നമ്മളുടെ ചുറ്റും വിജയികളും പരാജിതരുമുണ്ട്. എന്നാൽ ഈ വിജയികളാവുന്ന ആളുകൾ അല്ലെങ്കിൽ സക്സസ് ആവുന്ന ആളുകൾ എന്തെങ്കിലും പ്രത്യേകതരം ബിസിനസ്സോ പ്രത്യേകതരം ജോലികളോ മാത്രം ചെയ്യുന്നവരാണോ? അതും അല്ലെന്ന് പറയേണ്ടി വരും. കാരണം ഒരേ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ തൊഴിലുകൾ ചെയ്യുന്ന രണ്ട് വ്യക്തികളെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരാൾ പരാജയവും ഒരാൾ വിജയവുമായി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുമല്ല വിജയത്തിൻ്റെ ഒരു മാനദണ്ഡം. എങ്കിൽ വിജയിക്കുന്ന ആളുകൾ പ്രത്യേക കഴിവുള്ളവരെന്തെങ്കിലുമാണ്. നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ വളരെയധികം കഴിവുള്ള ഒരുപാട് പേർ ഇതേപോലെ സ്ട്രഗിൾ ചെയ്ത് ജീവിതവുമായി മുന്നോട്ട് പോകുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുമല്ല വിജയത്തിൻ്റെ സീക്രട്ട്. ഞാനും കുറേ കാലമായി അന്വേഷിച്ചുകൊണ്ട് നടന്നത് ഈ വിജയത്തിൻ്റെ സീക്രട്ടായിരുന്നു, പല പുസ്തകങ്ങളിലൂടെ പല കോഴ്സുകളിലൂടെ. അപ്പോൾ അങ്ങനെ നടക്കുന്നതിനിടയ്ക്കാണ് എനിക്ക് ഇതിൻ്റെ കുറേ സൂത്രവാക്യങ്ങൾ ഒരേ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് കാണുന്നത്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കുകയും ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്നിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞതുമായ കുറേ ടെക്നിക്ക് പിന്നീടാണത് മനസ്സിലായത്. അത് ഒരുപാട് ആളുകളുടെ, റോണ്ട ബെയ്ൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് സക്സസിനുള്ള വഴി നിർദ്ദേശിച്ചു കൊടുത്ത ഒരു പുസ്തകമാണതെന്ന്. നമുക്കറിയാം, നമ്മളൊരു കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു സഞ്ചരിക്കാനൊരു വഴിയില്ലെങ്കിൽ, പുതിയ ഒരു വഴി വെട്ടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളെ യാത്ര തികച്ചും ദുർഘടമായിരിക്കും. ഒരു വഴിയുണ്ടെങ്കിലും അതിലൂടെയുള്ള യാത്ര നമുക്ക് തികച്ചും സുഖകരമായിരിക്കും. അപ്പം നിരവധി ആളുകളെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് നയിച്ച കുറേ സീക്രട്സ് എനിക്ക് ലഭിച്ചപ്പോൾ അത് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ സീരീസ് ഉണ്ടാക്കാൻ തന്നെ കാരണം. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ കാര്യങ്ങൾ വെറുതെ കേട്ടു പോകുന്നതിന് പകരം ഇത് ഓരോ എപ്പിസോഡിലും പറയുന്നത് അപ്ലൈ ചെയ്ത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ മാറ്റം വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ കഴിയും. ജീവിതത്തിൽ മുന്നേറാമെന്ന മനസ്സും വിജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവുമുള്ള ആർക്കും ഏത് മേഖലയും പോയി കീഴടക്കി അവരുടേതായ വെന്നിക്കൊടി പാറിക്കാൻ അവർക്ക് കഴിയും. ഏറ്റവും വിജയിച്ചവരെല്ലാം അവരുടെ വിജയത്തെക്കുറിച്ച് കൃത്യമായൊരു ദർശനമുള്ളവരായിരുന്നു. അവരുടെ ലക്ഷ്യത്തിൽ അവർ സ്ഥിരത പുലർത്തിയിരുന്നവരായിരുന്നു. അതിൻ്റെ വിശ്വാസത്തിൽ അവർ സ്ഥിരത പുലർത്തിയിരുന്നവരായിരുന്നു. അവരുടെ നന്ദി ആഴത്തിലുള്ളതായിരുന്നു. ഇതെല്ലാം കൃത്യമായ അനുപാതത്തിലായപ്പോൾ അവരെല്ലാം വിജയികളായി തീർന്നു. ഇത് വലിയൊരു പാലികേറ മലയല്ല. കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കീഴടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആത്മാർത്ഥമായിട്ട് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് ഓരോ പ്രാക്ടീസുകളും ചെയ്യാം. നിങ്ങൾക്ക് നാളെ മുതലുള്ള എപ്പിസോഡുകൾ കൃത്യമായി കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും വിജയാശംസകൾ നേരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.